ചില മാതാപിതാക്കൾക്കൊരു കൺസേൺ ഉണ്ട്. എൻ്റെ കുട്ടി ആശങ്കയോടെ, പേടിയോടെ, ആത്മവിശ്വാസമില്ലാതെ പെരുമാറുന്നു. എന്നാൽ ചിലപ്പോൾ ഇതിന് കാരണമാകുന്നത് കുട്ടിയുടെ സ്വഭാവമല്ല, മാതാപിതാക്കളുടെ തന്നെ ആകുലതയും ഭയവുമാകാം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് മാതാപിതാക്കളുടെ ആകുലത കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഒരു പേരൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എപ്പോഴും ആശങ്കയോടെ ഇരുന്നാൽ അതിൻ്റെ പ്രതിഫലനം കുട്ടിയിലും കാണാം. അപ്പോൾ കുട്ടികൾ നമ്മെ കാണുമ്പോൾ നമ്മുടെ മുഖഭാവം ശ്രദ്ധിക്കും, ശബ്ദം ശ്രദ്ധിക്കും, പെരുമാറ്റ രീതി ശ്രദ്ധിക്കും, എല്ലാം അവരെ ബാധിക്കുന്നു. ഒരമ്മ എപ്പോഴും പറയാണ്, അയ്യോ സൂക്ഷിച്ചിരിക്കണം, അയ്യോ നീ വീഴും, ഇത് ചെയ്യേണ്ട, അപകടം സംഭവിക്കും, ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് ലോകം തന്നെ ഒരു ഭയപ്പെടുത്തുന്ന സ്ഥലമായിട്ട് തോന്നും. ഇതിന്റെ ഫലം എന്താണ്? കുട്ടി ഭയമുള്ളവനായിട്ട് വളരും, പുതിയ കാര്യങ്ങൾ ശ്രമിക്കാൻ പേടിക്കും, സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ അവന് പ്രയാസമാകും. ഇപ്പോൾ സ്കൂളിലാകട്ടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് കുറയും. ചില കുട്ടികൾ എപ്പോഴും ഒരു അഷ്വറൻസ് ഇങ്ങനെ തേടുന്നവരായിരിക്കാം. അമ്മേ ഇത് ശരിയാണോ, അല്ലെങ്കിൽ അപ്പ ഇത് ശരിയാണോ, ഇത് ചെയ്യാമോ എന്ന പോലുള്ള ചോദ്യങ്ങൾ. അതുപോലെ ചിലർക്ക് പെർഫെക്ഷനിസം വളരും, അതായത് തെറ്റ് വരരുതെന്ന് അതിയായിട്ടുള്ളൊരു ഭയം കാണും അവരുടെ മനസ്സിൽ. മനസ്സ് മാത്രമല്ല, ശരീരത്തിനെയും ചിലപ്പോൾ ബാധിക്കാം. ഇപ്പം ആകുലതയും ഉള്ള ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടിക്ക് ചിലപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഫിസിക്കൽ കംപ്ലയിൻസ് ആയിട്ട് വയറുവേദന, തലവേദന, ഉറക്കക്കുറവ് എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടാവും. ഒടുവിൽ ആത്മവിശ്വാസം കുറഞ്ഞ, ആശങ്കയേറിയ, സംശയക്തമായ ഒരു വ്യക്തിത്വമായി അവൻ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം മാതാപിതാക്കൾ തങ്ങളുടെ ആകുലത തിരിച്ചറിയാം. ആവശ്യമെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സഹായം തേടാം. അപ്പോൾ കുട്ടിക്ക് മുൻപിൽ അധികമായിട്ടുള്ള ഭയപ്രകടനങ്ങൾ കാണിക്കാതിരിക്കുക, പകരം ശാന്തമായി പ്രതികരിക്കുക. പ്രശ്നം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുക കുട്ടിയെ. കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. നിനക്ക് കഴിയില്ല, ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്, ചെയ്യാനുള്ളതേ ഉള്ളൂ, തെറ്റിയാലും സാരമില്ല എന്നിങ്ങനെ മാതാപിതാക്കളുടെ ശാന്തതയും ആത്മവിശ്വാസവുമാണ് കുട്ടിയുടെ ഏറ്റവും വലിയ സുരക്ഷാബോധം. അപ്പം നമ്മുടെ മനസ്സ് സമാധാനത്തോടെയായാൽ കുട്ടിയുടെ മനസ്സും സമാധാനത്തോടെയാകും.